My dear students, welcome back. Today I am going through another topic which is connected to our fifth chapter, that is organizing. In the previous class we have discussed about the meaning of organizing, definition of organizing given by Henry Fayol, and process of organizing. There are 4 steps in the process of organizing and importance of organizing. Okay, today I am going through organization structure. Organization structure. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ഹെൻറി ഫയൽ കൊടുത്ത ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ് പഠിച്ചു, ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, ഘടന. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ഓക്കെ, ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അതൊരു ചട്ടക്കൂടാണ്. Organization structure simply means it's a framework. Okay, organization structure is the outcome of the organizing process. Organization structure എന്ന് പറഞ്ഞാൽ it is an outcome of organizing process. ഓർഗനൈസിങ്, സംഘടനാ പ്രക്രിയ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സംഘടനാ പ്രക്രിയ, ഓർഗനൈസിങ് പ്രോസസ്സ്, അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് ഏതൊക്കെയായിരുന്നു ഓർഗനൈസിങ് പ്രോസസ്സ്? ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലേ? ജോലികളെ കണ്ടെത്തലും അതിനെ വിഭജിക്കലും, ചെയ്യാൻ പോകുന്ന ജോലിയെ കണ്ടെത്തലും വിഭജിക്കലും. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ, ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക, അതിനെ ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി, സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി, അല്ലേ? ചെയ്യാൻ ഓരോരോ പ്രവർത്തനങ്ങൾക്ക് ഓരോന്നിനും ഓരോ നേച്ചർ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേച്ചർ ആയിരിക്കില്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ദേ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ്. Okay, and what is the duty of marketing department? Marketing the goods. Good market ചെയ്യപ്പെടുക, സെല്ലിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. സെല്ലിംഗ് ഈസ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരേ സ്വഭാവമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടതിൽ അതിൽ ഒരേ സ്വഭാവമുള്ളതിനെയൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പുകളായിട്ട് മാറ്റി. അതിനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറഞ്ഞു, അല്ലേ? മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് അസൈനിങ് ഡ്യൂട്ടീസ്, ജോലി ഓരോരുത്തരെ ഏൽപ്പിച്ചു. ആദ്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോരോ ഹെഡിനെ നിയമിച്ചു. ആ ഹെഡിനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയും, മാനേജേഴ്സ് എന്ന് പറയും, അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയും, ഫിനാൻസ് മാനേജർ എന്ന് പറയും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ. നമ്മളങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളായിട്ട് തരംതിരിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തു. ദെൻ മാനേജർമാർ തൊഴിലാളികൾക്ക് അവരുടേതായ ജോലികൾ കൊടുത്തു. ആൻഡ് ലാസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിച്ചു. ആ റിപ്പോർട്ടിംഗ് ബന്ധങ്ങളിനകത്ത് നമ്മൾ പറഞ്ഞത് ഫ്രം ദോസ് വി ഹാവ് റിസീവ് ഓർ ഫ്രം ദോസ് വി ഹാവ് ആക്സെപ്റ്റഡ് ഓർഡേഴ്സ്, നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണം, ആൻഡ് ടു ഹും ഹീ ഈസ് അക്കൗണ്ടബിൾ, നമ്മൾ ആരോട് അല്ലെങ്കിൽ അവൻ ആ തൊഴിലാളി ആരോട് കടപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചു, അല്ലേ? അതിൻ്റെ ഫലമായി കോർഡിനേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായിട്ട് ടീം സ്പിരിറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടുവാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ, അപ്പോൾ അതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ആ പ്രോസസ്സിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ആ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കമായിട്ട്, ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കണക്കാക്കാം. Okay, organization structure is the outcome of organizing process. Organizing process ൻ്റെ outcome ആയിട്ട് നമുക്ക് കണക്കാക്കാം. Okay, then what is the meaning of organization structure? It is the framework. ഞാൻ നേരത്തെ പറഞ്ഞു, it is a framework within which managerial and operating tasks are performed. അതൊരു ചട്ടക്കൂടാണ്, ഒരു ഘടനയാണ്. ഓക്കെ, ഒരു ഘടനയാണ്. ആ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാനേജറിയൽ ധർമ്മങ്ങളും
മറ്റു പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു വ്യവസ്ഥ, ഒരു സിസ്റ്റമാറ്റിക്കായ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില ആൾക്കാർ മാനേജ്മെൻറ്റ് ധർമ്മങ്ങൾ ചെയ്യുന്നു, ചില ആൾക്കാർ മാനേജർമാർ അവരവരുടേതായ ജോലികൾ ചെയ്യുന്നു, ചില ആൾക്കാർ തൊഴിലാളികളാണ്, എംപ്ലോയീസാണ്, അവരവരുടേതായ ജോലികൾ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഒരു ഫ്രെയിം വർക്കിന്, ഒരു സിസ്റ്റമാറ്റിക്കായ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട്, ഒരു ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രവർത്തനാത്മകമായ മാനേജ്മെൻറ്റ് ധർമ്മങ്ങളും പ്രവർത്തനാത്മകമായ ധർമ്മങ്ങളും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു പ്ലാനിങ്, ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ചില ആൾക്കാർ മാനേജ്മെൻറ്റ് ധർമ്മങ്ങൾ ചെയ്യുന്നു. ബിക്കോസ് ദേ ആർ മാനേജേഴ്സ്. അവർക്ക് മറ്റുള്ള തൊഴിലാളി ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ മാനേജേഴ്സ്. ആ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജർ ചെയ്യുന്നത് അയാൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നു, അല്ലേ? മാർക്കറ്റിംഗ് മാനേജർ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നു. ബിക്കോസ് ദേ ആർ മാനേജേഴ്സ്. അപ്പോൾ ചില ആൾക്കാർ മാനേജീരിയൽ ധർമ്മങ്ങൾ ചെയ്യുന്നു. ടോപ്പ് ലെവലും മിഡിൽ ലെവലും ലോവർ ലെവലുള്ള ആൾക്കാർ മാനേജീരിയൽ ധർമ്മങ്ങൾ ചെയ്യുന്നു. അതിന് താഴെ വരുന്ന ആൾക്കാർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഡൂയിങ് ദ ടാസ്ക്, അവരെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുന്നു, അല്ലേ? ഒരു എംപ്ലോയി ജോലി ചെയ്യുന്നു, ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നു, അവൻ ടയർ വർക്കുകൾ ചെയ്യുന്നു, അവൻ എൻജിൻ വർക്കുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ ബോഡി പാർട്സിന് പെയിൻ്റ് അടിക്കുന്ന ഒരു കാറ് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ പഴയ എക്സാമ്പിളിലൊക്കെ പറഞ്ഞതാണ്, അല്ലേ? ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റൈൽ കമ്പനിയാണെങ്കിൽ ചിലവർ സ്റ്റിച്ച് ചെയ്യുന്നു, ചിലവർ വെട്ടിക്കൊടുക്കുന്നു, അല്ലേ? ചിലവരത് പാക്ക് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തരും ജോലികൾ ചെയ്യുന്ന ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ചില മാനേജീരിയൽ ധർമ്മങ്ങളും പ്രവർത്തനാത്മകമായ ധർമ്മങ്ങളും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പഠിക്കുകയാണ് കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഒബ്ജക്റ്റീവായിട്ടൊക്കെ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി. മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്നാൽ എന്ത്? ഓക്കെ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റിഫേഴ്സ് ടു, okay, the number of subordinates that can be effectively managed by a superior. Okay, it's a number of subordinates that can be effectively managed by a superior. It's a number. How much number of subordinates? ഒരു മാനേജർക്ക് കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ പറ്റുന്ന, ഒരു മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ, ഓക്കെ, ഒരു മാനേജർക്ക് കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മേലുദ്യോഗസ്ഥനുണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയുക? സബോർഡിനേറ്റ്സ്, അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഒരു മാനേജർക്ക് എത്രമാത്രം കീഴുദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റും? ആ എണ്ണത്തെ. ചിലവർക്ക് 10 പേരെ നിയന്ത്രിക്കാൻ പറ്റും, അല്ലേ? ചിലവർക്ക് 15 പേരെ പറ്റും, എന്നാൽ ചിലവർക്ക് 5 പേരേ പറ്റുള്ളൂ. അപ്പോൾ എത്ര പേരെ ഒരു മാനേജർക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഒരു കീഴുദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റും എന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? റിഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു മേലുദ്യോഗസ്ഥന് നിയന്ത്രിക്കാൻ പറ്റുന്ന, കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തെയാണ്, അങ്ങനെ എഴുതണം മലയാളംകാർ. ഒരു മേലുദ്യോഗസ്ഥന് കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ്. ആ എണ്ണം മേ ബി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് എ മാനേജർ. സംടൈംസ് ചില മാനേജർമാർക്ക് 10 പേരെ മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കും, ചിലർക്ക് 20 പേരെ മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കും, തൊഴിലാളികളെ, ഐ മീൻ സബോർഡിനേറ്റ്സിന്. ചിലർക്ക് 5 പേരെ പറ്റുള്ളൂ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് ദാറ്റ് മാനേജർ.
ഓക്കെ, അപ്പോൾ ആ ഒരു വാക്കിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെഡിൻ്റെ കീഴിൽ വരുന്ന ഒരു മാനേജർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു മാനേജർക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ തന്നെ പറഞ്ഞു എന്ത് സംടൈംസ് ഒരു പ്രൊഡക്ഷൻ മാനേജർക്ക് 10 പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, തൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. മേ ബി മാർക്കറ്റ് മാനേജർക്ക് 5 പേരെ പറ്റുള്ളൂ. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഏതെല്ലാം ഫാക്ടേഴ്സാണ് ആ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത്? ഫാക്ടേഴ്സ്. ഒന്നാമത്തത് കാപ്പബിലിറ്റി ഓഫ് സുപ്പീരിയർ. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം. കാപ്പബിലിറ്റി ഓഫ് സുപ്പീരിയർ. ഒരു മേലുദ്യോഗസ്ഥൻ്റെ കാപ്പബിലിറ്റി, കഴിവ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊരു കഴിവാണ്. കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഴിവാണ് നിയന്ത്രിക്കുക എന്നുള്ളത്. സോ ഒന്നാമത്തെ പോയിന്റ് കാപ്പബിലിറ്റി ഓഫ് സുപ്പീരിയർ, ഒരു മേലുദ്യോഗസ്ഥൻ്റെ കഴിവ്. രണ്ടാമത്തത് കാപ്പബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്സ്, ഒരു കീഴുദ്യോഗസ്ഥന്മാരുടെ കഴിവ്. ഒരു മേലുദ്യോഗസ്ഥൻ്റെ സ്കില്ല്, കാപ്പബിലിറ്റി. രണ്ടാമത്തത് ഒരു കീഴുദ്യോഗസ്ഥൻ്റെ കാപ്പബിലിറ്റി, കഴിവ്. മൂന്നാമത്തത് നാച്ചർ ഓഫ് വർക്ക് അസൈൻഡ് ടു സബോർഡിനേറ്റ്സ്. നാച്ചർ ഓഫ് വർക്ക് അസൈൻഡ് ടു സബോർഡിനേറ്റ്സ്. നാച്ചർ ഓഫ് വർക്ക് അസൈൻഡ് ടു സബോർഡിനേറ്റ്, കീഴുദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച ജോലിയുടെ സ്വഭാവം, അതും കൂടി നമ്മൾ പരിഗണിക്കണം. ചില മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ ചെറിയ ജോലികളായിരിക്കും, അപ്പോൾ 1, 2, 3 പേരെ മാനേജ് ചെയ്യാം. എന്നാൽ ചില സംബന്ധിച്ചിടത്തോളം വലിയ ജോലിയായിരിക്കും അവർ ആ കമ്പനിയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലേ? വലിയ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആൾക്കാരെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റൂ ഇല്ല. അപ്പോൾ എങ്ങനെയുള്ള ജോലിയാണ് അവരുടെ സബോർഡിനേറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ സ്വഭാവം. ചെറിയ ജോലിയാക്കിയുള്ള സബോർഡിനേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിയന്ത്രിക്കും. എന്നാൽ സബോർഡിനേറ്റിന് വലിയ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവരെ എല്ലാ കാര്യങ്ങളും ഇയാൾ നോക്കി നടത്തണ്ടേ? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കീഴുദ്യോഗസ്ഥന് ഏൽപ്പിച്ച ജോലിയുടെ സ്വഭാവം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഫിസിക്കൽ ലൊക്കേഷൻ. ഫിസിക്കൽ ഭൗതികമായ സ്ഥലം. ഏത് ലൊക്കേഷനിലാണ് ജോലി ചെയ്യുന്നത്? ആ ജോലി ചെയ്യുന്ന ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടറിക്ക് ഉള്ളിലാണോ, അത് ഫാക്ടറിക്ക് പുറത്താണോ, മാർക്കറ്റിലാണോ? ഓക്കെ, അപ്പോൾ ഭൗതികമായ സ്ഥലം അതിൻ്റെ അത് ഇതിനെ ബാധിക്കുന്ന, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ഫാക്ടറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് എല്ലാവരും മാനേജ് ചെയ്യും, ഒരു 100 പേരെ ഒരു പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ഫാക്ടറിക്ക് പുറത്താണ് ഒരു സംഭവം നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി എന്തിനെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും, മാർക്കറ്റിങ്ങിനുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് റിസർച്ചിനൊക്കെ, അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിനെ നിയന്ത്രിക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. സോ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, വൺസ് അഗെയിൻ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് മീൻസ് ദി നമ്പർ ഓഫ് എംപ്ലോയീസ്. ഒരു മേലുദ്യോഗസ്ഥന് നിയന്ത്രിക്കാൻ പറ്റുന്ന തൊഴിലാളികളുടെ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4 ഘടകങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ആ ഘടകത്തെ നിയന്ത്രിക്കുന്നത്. ഒന്ന് കാപ്പബിലിറ്റി ഓഫ് സുപ്പീരിയർ, 2 കാപ്പബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്, മേലുദ്യോഗസ്ഥൻ്റെ കഴിവ്, കീഴുദ്യോഗസ്ഥൻ്റെ കഴിവ്. ദെൻ മൂന്നാമത്തത് നാച്ചർ ഓഫ് വർക്ക് അസൈൻഡ് ടു സബോർഡിനേറ്റ്സ്, കീഴുദ്യോഗസ്ഥന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ സ്വഭാവം. ദെൻ ഫിസിക്കൽ ലൊക്കേഷൻ, ഭൗതികമായ സ്ഥല സാഹചര്യം. ഓക്കെ, അപ്പോൾ ഈ 4 ഘടകങ്ങൾ. അപ്പോൾ ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി ഞാൻ ബോർഡും എഴുതാത്ത മറ്റൊരു ടോപ്പിക്കും കൂടി പറയാൻ പോവാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ, it is a framework, അല്ലേ? It is a framework in which the managerial and operational tasks to be performed, അല്ലേ? ഒരു ഫ്രെയിംവർക്കാണ്. അതിനകത്ത് ചില ആൾക്കാർ മാനേജറിയൽ ധർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റു ചില ആൾക്കാർ എന്ത് ധർമ്മങ്ങൾ ചെയ്യുന്നു? പ്രവർത്തനം, ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പ്രധാനമായും എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. Okay, first one, divisional structure. Divisional structure. And second one, functional structure. Functional structure. So, it can be classified into 2, divisional structure and functional structure. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചർ പേര് പോലെ തന്നെ ഡിവിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫങ്ഷണൽ സ്ട്രക്ചർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫങ്ഷനുമായി ബന്ധപ്പെട്ടതാണ്.
ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് എടുത്തത്. നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.